Hi everyone, welcome back to my channel. This is Nipam Praveen, your soft skill trainer and career coach. ഒരു 45 ഡേയ്സ് നമ്മൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് അവർ 30 ഡേയ്സ് ഓഫ് കൺസിസ്റ്റൻസി ചലഞ്ച് നമ്മൾ സക്സസ് ആക്കിയതിന് ശേഷം കൺസിസ്റ്റൻസി ചെറുതായിട്ടൊന്ന് ബ്രേക്കായി. സോ ടു റീഗെയിൻ അവർ കൺസിസ്റ്റൻസി ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ നെയിംഡ് ദ സീരീസ് ആസ് 100 days 100 thoughts. സോ ഓരോ 100 ഡേയ്സിലും എൻ്റെ മൈൻഡിൽ വരുന്ന തോട്ട്സ് ആയിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഡേ 1 ആണ് ഇന്ന്. സോ ടുഡേയ്സ് തോട്ട് ഇസ് ഹൗ ഐ ബിക്കെയിം എ കരിയർ കോച്ച്. ഈ കരിയർ കോച്ച് ആവണം എന്നുള്ള ചിന്ത എപ്പോഴാണ് മനസ്സിൽ വന്നത് ആൻഡ് എങ്ങനെയാണ് ഞാൻ ആ കരിയർ കോച്ച് സർട്ടിഫിക്കേഷൻ അച്ചീവ് ചെയ്തത്, ആ ഒരു കാര്യമാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പ്ലീസ് ബി വിത്ത് മീ ഡ്യൂറിങ് ദിസ് കൺസിസ്റ്റൻസി ജേർണി. ഞാൻ കോഴ്സ് എടുത്ത സമയത്ത് ഞാൻ +2 കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്തത് അത് എൻ്റെ ഡിസിഷൻ ആയിരുന്നില്ല. ഇറ്റ്സ് മൈ പാരൻസ് ചോയ്സ്. ആ പാരൻസ് ചോയ്സ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഒരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. ദേ ഡിസൈഡഡ്. എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കും. ഈ ജോത്സ്യം എന്ന് കേട്ടിട്ടുണ്ടോ? ആസ്ട്രോളജർ. എൻ്റെ ജാതകം നോക്കിയിട്ട് അവർ എൻ്റെ ജാതകം നോക്കിയിട്ട് അവർ ഈ ഒരു ജ്യോതിഷനെ കണ്ടു. അപ്പോൾ ആള് പറഞ്ഞു എൻജിനീയറിംഗ് ഈസ് ദ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ. ബട്ട് എനിക്ക് ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ഫീൽഡിലേക്ക് പോകാനായിരുന്നു ഇഷ്ടം. അറ്റ് ദ എൻഡ് ഞാൻ ആ ടീച്ചിങ് ട്രെയിനിങ് ഫീൽഡിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. ബട്ട് ആ ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ എന്നുള്ള കാര്യം എനിക്ക് അതിന് ആവശ്യമില്ലായിരുന്നു. ആൻഡ് മൈ ഡ്രീം ഇസ് ടു ബിക്കം എ +2 ഹയർ സെക്കൻഡറി അതിലുള്ള ഒരു കെമിസ്ട്രി ടീച്ചർ. അതായിരുന്നു എൻ്റെ ഡ്രീം. ബിക്കോസ് എൻ്റെ ഒരു സാറുണ്ടായിരുന്നു +2 പഠിപ്പിച്ചത്. അപ്പോൾ ആ സാറിനെ പോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിമ്പിളായിട്ട് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന, കേട്ടാൽ പിന്നെ അത് മറക്കാൻ പാടില്ല. എക്സാമിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ട് മൈൻഡിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എൻ്റെ വിഷ്. ആൻഡ് എൻ്റെ വിഷൊക്കെ അവിടെ തേച്ച് മാച്ച് കളഞ്ഞു. അവർ എന്നെ ജാതകമൊക്കെ നോക്കി എൻജിനീയറിങ്ങിനാണ് വിട്ടത്. ഇപ്പം ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു ലൈഫ് സ്കൂളായിരുന്നു. ഒരുപാട് ലൈഫ് സ്കിൽസ്, ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആ ഒരു 4 വർഷം തന്നത്. ആഫ്റ്റർ ദ 4 ഇയേഴ്സ് ഓഫ് ഗ്രാജുവേഷൻ, ബിടെക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യണം. ആഫ്റ്റർ ബിടെക് I have completed my post graduation also. ME കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായത്. എനിക്ക് ഈ സാറ്റലൈറ്റ്സിനെ പറ്റിയിട്ടും റേഡിയോ വേവ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ആൻഡ് അതിൽ ഒരു BSNL അല്ലെങ്കിൽ ISRO പോലെയുള്ള സ്ഥലത്തേക്കായിരുന്നു നമുക്ക് ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റാം. ബട്ട് ഈ ടീച്ചിങ് എന്നുള്ളൊരു ത്വര വന്നതുകൊണ്ട് ആഫ്റ്റർ മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഗസ്റ്റ് ലെക്ചറായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അങ്ങനെ ജോയിൻ ചെയ്തു. പിന്നെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു തോട്ടാണ്, നമ്മളോ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല, നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ? ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ, ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, അതായത് മാർക്സിൻ്റെ ബേസിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള കോളേജിൽ നിന്നുള്ള ബേസിലോ അല്ല കുട്ടികളെ ഒരു എന്താ പറയുക ഹയർ എഡ്യൂക്കേഷനിലേക്ക് വിടേണ്ടത്. അവരുടെ പാഷനും ഇൻട്രസ്റ്റും നോക്കി ഒരുപാട് ഓപ്ഷൻസ് കാണിച്ചു കൊടുത്ത് അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താവാനാ പറ്റുക, ഇതിനുള്ള ആ ഒരു പേഴ്സണാലിറ്റി ഇയാൾക്കുണ്ടോ, അതൊക്കെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു കുട്ടീനെ ഏർലി സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? സോ അങ്ങനെയാണ് ഈ കരിയർ കോച്ച് എന്നുള്ള ജേർണിയിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഒരുപാട് റിസർച്ച് ചെയ്തു, ഒരുപാട് സർട്ടിഫിക്കേഷൻസ് എടുത്തു. സർട്ടിഫിക്കേഷനകത്ത് ആ ലേണിംഗ് പ്രോസസ്സ് ഒട്ടും ഈസി ആയിരുന്നില്ല. നമ്മളെപ്പോലെ ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് പിന്നെ അതിൽ സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സിലബസ് ആൻഡ് ഡിഫറെൻറ്റ് ബോർഡ്സ്. നമുക്കറിയാം സ്റ്റേറ്റ് ബോർഡ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, IGCSE ഉണ്ട്, IB ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും CBSE ചൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ബോർഡിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ചിലപ്പം
നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം ഇപ്പോൾ എല്ലാവർക്കും ഒരു എബ്രോഡിലേക്ക് പോയി ഡിഗ്രി ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വിഷയമാണ്. അങ്ങനെയുള്ള കുട്ടികളാകുമ്പം അവർ ചെറുപ്പം മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു കുഞ്ഞു പ്രായം മുതൽ നമ്മൾ ഇങ്ങനെ അച്ചീവ്മെന്റ്സ് അടുക്കി വെച്ചാലാണ് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുക. അവർക്ക് കുറച്ചും കൂടി IGCSEയോ അല്ലെങ്കിൽ IB പോലുള്ള സിലബസ് എടുത്ത് പഠിക്കുന്നതായിരിക്കും ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ഈ സ്പൂൺ ഫീഡിങ് ആയിരിക്കില്ല അവിടെ, കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സബ്ജക്ട് നോളജ് മാത്രമല്ല, കുറച്ചും കൂടി തിയറിറ്റിക്കൽ നോളജ് കൂടിയായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കരിയർ കോച്ച് ആവുന്നതിൻ്റെ ബേസിക്സ് ആയിട്ട്. ഡിഫറെൻറ്റ് ബോർഡ്സിനെ പറ്റി പഠിച്ചു, പിന്നുള്ളത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റി പഠിച്ചു, എൻട്രൻസ് എക്സാംസ്. എത്രയാണെന്ന് അറിയോ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും കയ്യിൽ എണ്ണിയാൽ തീരില്ല. പിന്നെ അത് കഴിഞ്ഞ് സ്ട്രീം സെലക്ഷന് വരുമല്ലോ, 10th ശേഷമുള്ള സ്ട്രീമിനെ പറ്റി പഠിച്ചു. അതിലിപ്പം ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. നമ്മൾ സയൻസ് സ്ട്രീം, കൊമേഴ്സ് സ്ട്രീം, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന 3 തന്നെ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു കടമ്പ കിടക്കുവാണ്. അതിലിപ്പോൾ നമുക്ക് PCMB, അതായത് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളെയും നമുക്കറിയാം, ബയോളജി സയൻസ് കുട്ടികളെ അറിയാം. അതല്ലാണ്ട് ഇതിൽ സൈക്കോളജി എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. പല ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഓപ്ഷൻസിൻ്റെ എണ്ണം കൂടുതലാണ്. ഇപ്പം സയൻസ് സ്ട്രീമിൽ തന്നെ നമുക്ക് ഈ ബയോളജിക്ക് പകരം വേറൊരു സബ്ജക്റ്റ് എടുക്കാം. അതിപ്പോൾ നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ ഏത് ഫീൽഡാണോ ചൂസ് ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ, അതിൻ്റെ ബേസിക്സ് പഠിച്ചിട്ട് പോവാം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ഒരു കുട്ടി ബയോളജി സയൻസ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ ഏതാണ്? കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് സൈക്കോളജി ചെയ്യണമെന്നാണ് വിഷയമെങ്കിൽ നിങ്ങൾ സയൻസ് സ്ട്രീമിൽ തന്നെ പോകണം. അങ്ങനെ ഒരു നിർബന്ധമുള്ള ആളാണെങ്കിൽ സയൻസ് സ്ട്രീമിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ സൈക്കോളജി ഒരു ഓപ്ഷനായിട്ട് പഠിക്കാൻ പറ്റാം. കൊമേഴ്സിൻ്റെ കൂടെയും ഹ്യൂമാനിറ്റീസിൻ്റെ കൂടെയും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുമ്പം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഇനി അതിന് ശേഷം പിന്നെ കടലാണ്. എന്ന് വെച്ചാൽ ഈ സയൻസ് സ്ട്രീം കഴിഞ്ഞ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഏരിയാസ്. അതേപോലെ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സസും ഉണ്ടാവും, നോർമൽ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സസും ഉണ്ടാവും. പിന്നെ ഇതിൽ ഇപ്പോൾ ആദ്യമൊന്നും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കാര്യമാണ്, ഇപ്പോൾ കുട്ടികൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് CUET എക്സാം എന്ന് പറയും. പിന്നെ നമ്മൾ ഡിസൈൻ ഇല്ലേ, നിഫ്റ്റ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള എക്സാംസ്, കുറേ എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ട് നമ്മൾക്കിപ്പം ഒരുപാട് നോളജ് എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫുള്ള് ഒരു കടലായിരുന്നു. അതിൽ മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലെങ്കിലും ആസ് എ കരിയർ കോച്ച് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ആൻഡ് നിൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, നിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ മാത്രമുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് ഞാനിപ്പോൾ വളർന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് കുറേ എൻട്രൻസ് എക്സാമിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമാണ്. കീമിൻ്റെ ഡേറ്റ് ഇപ്പോൾ 2 ദിവസം കൂടി ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഈ CUETൻ്റെ ഡേറ്റ് ആണെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇപ്പം കഴിയാറായെന്ന് തോന്നുന്നു, ലാസ്റ്റ് ഡേറ്റ് കഴിയാറായെന്ന് തോന്നുന്നു. നിങ്ങൾ അതിൻ്റെ സൈറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറി, ഈ കരിയർ കോച്ച് എന്ന് പറയുന്ന ജേർണിയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം സംസാരിക്കാം, എന്തൊക്കെയാണ് ഈ സ്ട്രീം. പിന്നെ ഉള്ളത് ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാംസ് ഏതൊക്കെയാണ്. ഇപ്പോൾ സയൻസ് സ്ട്രീമിലെ കുട്ടികൾക്ക് ഏത് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ പറ്റും, കൊമേഴ്സ് ഫീൽഡിലുള്ളവർ BCom വിത്ത് ACCA അത് CA ഒക്കെ ചെയ്യാൻ പറ്റുമോ, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അപ്പോൾ എന്താണ് ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. CBSE സിലബസ്, ICSE അതുപോലുള്ള സിലബസിനെ പറ്റിയിട്ടും പിന്നെ എന്തായിരുന്നു ഞാൻ പറഞ്ഞ കുറച്ച് എൻട്രൻസ് എക്സാംസ്, ഓരോ സ്ട്രീമിന് ശേഷം നമുക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാംസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇപ്പം ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിതേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കരിയർ കോച്ച് ആയത് എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. ആൻഡ് 100 days 100 thoughts. Nipam Praveen signing off. See you in next video. Bye bye.